Good morning. It's me, Simon, YouTube channel. Simon Varghese Facebook, Simon Varghese Instagram welcomes you all. ഈ സുപ്രഭാതത്തിൽ നല്ല സൂര്യനായിരുന്നു, ഉദയമൊക്കെ കണ്ടു. ഇപ്പോൾ ഉദിച്ചേർന്ന് കഴിഞ്ഞു. എക്സസൈസൊക്കെ പകുതി മുക്കാലായപ്പം വെയിൽ തരാൻ തുടങ്ങി. ഞാൻ പയ്യെ ഇതിലേക്ക് പോകുന്നു. എക്സസൈസ് ബാക്കി ഇൻഡോറിൽ ചെയ്യാമെന്ന്. ഓക്കെ, നമ്മുടെ സംസ്ഥാനം വളരെ സന്തോഷത്തോടെ കുതിച്ചുയർന്നുകൊണ്ടിരിക്കുകയാണല്ലേ. നാട്ടിലെങ്ങും ദാരിദ്ര്യം കാണുന്നില്ല. ദാരിദ്ര്യം നമ്മൾ തുടച്ചു നീക്കി കഴിഞ്ഞു. ഞാൻ എൻ്റെ യൗവനത്തിൽ എൻ്റെ ആ വീടൊക്കെ ഇങ്ങനെ കാണും. എൻ്റെ വീടിന് ചുറ്റുമുള്ള വീടുകളെല്ലാം തന്നെ കുടിയിലായിരുന്നു. എൻ്റെ വീട് അപ്പച്ചൻ പട്ടാളക്കാരനായതുകൊണ്ട് ഓടിട്ട കൊച്ചു വീട്, വലിയ വീടൊന്നുമല്ല. അങ്ങനെയൊക്കെയായിരുന്നു. ഇന്നിപ്പോൾ എന്താ സ്ഥിതി? കഴിഞ്ഞ ദിവസം എൻ്റെ വീട് കയറി താമസത്തിന് പോയി. അടിപൊളി വീട് എന്ന് വെച്ചാൽ 4 ബെഡ്റൂമേ ഉള്ളൂ. പക്ഷേ ഞാനൊരു 30 വർഷം മുമ്പ് ഈ ഇടമറ്റം എന്ന് പറയുന്ന സ്ഥലത്ത് പാലാ ഇടമറ്റമൊക്കെ പോകുമ്പോൾ കള്ളിവയൽ അങ്ങനെയൊക്കെയുള്ള കൊട്ടംകുളമൊക്കെ വീട്ടിൽ പോകുമ്പോൾ അവർ അന്ന് പണിത രീതിയിലാണ് ഇന്നിപ്പോൾ ഈ വീട് പണിതിരിക്കുന്നത്. മുഴുവൻ ഗ്ലാസ്സാണ്. അപ്പം അന്ന് ഞാൻ ആ വീട്ടുകാർ ചോദിച്ചിട്ട് ഈ ഗ്ലാസ് ആകുമ്പോൾ നിങ്ങൾക്ക് സെക്യൂരിറ്റി, അപ്പോൾ പറഞ്ഞു കുഞ്ഞെ ഇവിടെ 3-4 തോക്കൊക്കെ ഉണ്ടെന്ന് പറയും. ഗ്ലാസ്സാണ്, തോക്കുണ്ട് എന്നൊക്കെ പറയായിരുന്നു. അപ്പം ഞാൻ നല്ല അടിപൊളി ഗ്ലാസ്സിലൊക്കെ തീർത്ത് നല്ല ഭംഗിയുള്ള 4 ബെഡ്റൂം ഒറ്റ നല്ല വീടാണ്. പക്ഷെ വളരെ ഭംഗിയായിരുന്നു. അപ്പോൾ അവിടെ പോട്ടെ, ഒരു തമാശ ഉണ്ടായി പറയാത് ശരിയല്ലല്ലോ. അത് അറിയാതെ സംഭവിച്ചു പോയ ഒരു തമാശയാണ്. അവിടെ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ചെറുതും വലുതുമായ സംഭവങ്ങളാണ് നമ്മളെ മുമ്പോട്ട് നയിക്കുന്നതല്ലേ. അത് അറിഞ്ഞും അറിയാതെ ഇങ്ങനെയൊക്കെയുള്ള തമാശകൾ പറ്റിപ്പോകാറുണ്ട്. എന്നുവെച്ചാൽ ഉള്ള കാര്യം പറയാം. ഒരു സംഘടനക്കാർ അവരെല്ലാം കൂടെ ഒരു നല്ല സമ്മാനമൊക്കെ കൊടുക്കാൻ കൊണ്ടുവന്നു. ഞാൻ കാശ്വലി അതിൽ വരുമ്പോൾ എന്നോട് വരുമ്പോൾ കൂടെ ഞാൻ കൂടി. ഞാനിവിടെ പോയി സെറ്റ് ചെയ്ത് കൊടുത്തു. അതിന് ഇച്ചിരി ഭാരം കൂടുതലാണ്. അപ്പം എനിക്ക് ഭാരം, നമ്മൾ എക്സസൈസ് ചെയ്യുന്നതിന് ഭാരമൊന്നും പ്രശ്നമില്ല. ഞാനത് എടുത്തുകൊണ്ട് വന്നു. അവസാനം ഇതാരും പിടിക്കുന്നില്ല. കുറേ ദൂരം നടക്കണമായിരുന്നു, നടന്നു വന്നു. ഗുഡ് മോർണിംഗ്. അപ്പം അവസാനം വീട്ടിൽ വന്നു കഴിഞ്ഞ് ഇത് കൊടുക്കേണ്ട ആൾ വേറൊരു വലിയ നേതാവായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അദ്ദേഹം കൊടുത്തു എന്ന് പറയാം. ആക്ച്വലി അറിഞ്ഞോ അറിയാതെ ഇത് ഞാനെടുത്ത് കൊടുക്കേണ്ട സ്ഥിതി വന്നു. ഗൃഹനാഥൻ വന്ന് എന്നോടങ്ങ് മേടിച്ചു. പിന്നെ എല്ലാവരും നിർത്തി ഫോട്ടോയൊക്കെ എടുത്തു. ഞാൻ കുറച്ച് നേരം കഴിഞ്ഞാണ് ഞാൻ വെറുതെ ഹെൽപ്പ് ചെയ്യാൻ വന്ന. ഞാനത് അറിയാതെ പെട്ടുപോയതാണ്. ഇതാരെങ്കിലും ഒന്ന് പിടിച്ചിരുന്നെങ്കിൽ ഞാൻ ഒഴിവാൻ പലപ്പോഴും ശ്രമിച്ചു. ഈ പോലീസുകാരനെ പണ്ട് തീവെട്ടി ഏൽപ്പിച്ചതുപോലെ എനിക്കിത് വെക്കാൻ പറ്റാതെ വന്നു. എവിടെയും നിലത്ത് വെക്കാൻ പറ്റില്ലല്ലോ. വളരെ വാല്യുബിളായിട്ടൊരു ഗിഫ്റ്റാണ്. 10,000-15,000 മുടക്കിയ ഗിഫ്റ്റാണ്. അപ്പം അതൊന്ന് മേടിക്കാനായിട്ട് ഒരാളും വന്നില്ല. അറിയാൻ സംഭവിച്ചു. പക്ഷേ ഒരുപക്ഷെ ദൈവനിശ്ചയമായിരിക്കും, അങ്ങനെ ഞാൻ തന്നെ കൊടുക്കണമെന്നായിരിക്കും അല്ലേ. എന്നാലും എനിക്കൊരു വിഷമമുണ്ടായി. ചേട്ടാ ഭാരവാഹികൾ, പക്ഷെ അവരൊന്നും പ്ലീസായിട്ട് കേട്ടോ, സന്തോഷമായിട്ട് അത് ഡീൽ ചെയ്തു. ഞാനങ്ങനെ ഇടിച്ചു കയറുന്ന ആളല്ലെന്ന് നിങ്ങൾക്കറിയാം. കാരണം നമ്മുടെ ചാനലിൽ തന്നെ എന്തുമാത്രം ആളുകളുണ്ട്, എന്തുമാത്രം നമ്മൾ സംസാരിക്കുന്നുണ്ട്, വീഡിയോ പോകുന്നുണ്ട്. ഇതൊന്നും ഒരു വിഷയമല്ല. പക്ഷേ ഇങ്ങനെ സംഭവിച്ചു. എൻ്റെ ജീവിതത്തിൽ എനിക്ക് എഴുതി വെക്കാൻ പറ്റിയ ഒരു സംഭവമാണ്. ഞാനിതിൻ്റെ ഡീറ്റെയിൽ ക്ലാസ് പിന്നീട് എടുക്കുന്നതായിരിക്കും. അത്രമാത്രം ഞാൻ എൻജോയ് ചെയ്തൊരു സംഭവമാണ്. എൻജോയ് ചെയ്യാന്ന് പറഞ്ഞാൽ അബദ്ധം അമളി പറ്റി അല്ലെങ്കിൽ അബദ്ധം പറ്റിയതിൽ ഉള്ളൊരു ഹൗ ക്യാൻ ഐ എക്സ്പ്ലെയിൻ ഇറ്റ്? ഐ വോണ്ട് ഗെറ്റ് എനി വേർഡ് ഫോർ എന്താ പറയുക, അത് ഫിറ്റായൊരു വേർഡ് കിട്ടുന്നില്ല. ഓക്കെ, എനിക്കോ പ്രിയമുള്ളവരെ, ഞാനത് ഇൻട്രഡക്റ്റീവായിട്ട് ഒരു സംഭവം പറയുന്നത് മാത്രമേ ഉള്ളൂ. നമ്മുടെ നാടേ എന്തുമാത്രം വ്യത്യസ്തമായി പോയല്ലേ, മാറിപ്പോയല്ലേ. ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ ഇങ്ങനെ
സഞ്ചരിക്കുമ്പോൾ കാണുന്നത്. എവിടെയും ലൈറ്റും വെളിച്ചവും. ക്രിസ്മസിനെ വരവേൽക്കാൻ എല്ലാ ആളുകളും, നമ്മൾ ഓണത്തിന് എല്ലാവരുടെ ഓണം ആഘോഷിക്കുന്ന പോലെ ക്രിസ്മസും എല്ലാ ഭവനങ്ങളിലും എത്തപ്പെട്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. എല്ലാവരും സന്തോഷത്തോടെ നമുക്ക് ക്രിസ്മസ് ഗ്രീറ്റിങ്സ് പറയുന്നു, നമ്മളും പറയുന്നു. വളരെ ഒരു സന്തോഷം. തീർച്ചയായിട്ടും നമ്മുടെ നാടിൻ്റെ ഒരു നന്മ അത് കാണിക്കുന്നതല്ലേ. മതേതരത്തിൻ്റെയും മറ്റുമൊക്കെ ഒരു നല്ല മോഡൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരുങ്ങി മുമ്പോട്ട് പോകാം. ഇനിയിപ്പോൾ 6 മാസം കഴിയുമ്പോൾ നമ്മുടെ തിരഞ്ഞെടുപ്പാണ്. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ ആ ഒരു സ്പിരിറ്റ് അല്ല അസംബ്ലി വരുമ്പോൾ കുറച്ചുകൂടെ ഗൗരവമാകും. നമ്മുടെ നാടിൻ്റെ സമഗ്രമായ വികസനത്തെ പറ്റിയും അവർ നമ്മളോട് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയെപ്പറ്റിയൊക്കെ ആലോചിച്ചിട്ടായിരിക്കും അടുത്ത തീരുമാനത്തിലേക്ക് പോവുക. പാർലമെൻറ്റ് വരുമ്പോൾ വേറൊരു തരം ഡിസിഷനാണ് വരുന്നത്. എനിഹോ, നമുക്ക് ഈ ഗവൺമെൻറ്റിങ്ങിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് ഒരുമിച്ച് നിൽക്കാം. നല്ല സൂപ്പർ ഗവൺമെൻറ്റിങ്ങാണ് നടക്കുന്നത്. ഉദ്യോഗസ്ഥന്മാരാണേലും പൊളിറ്റീഷ്യൻസ് ആണേലും ലീഡേഴ്സ് ആണേലും വളരെ ക്രിയേറ്റീവായി സബ്മിസീവായിട്ട് പോകുന്നുണ്ട് എന്നാണ് നമ്മൾ കാണുന്നത് അല്ലേ. ഓക്കേ, ഉണ്ട് എൻ്റെ ഈ മോർണിംഗ് വിഷ്വൽസ് ഒന്നും കാണിക്കട്ടെ നിങ്ങളെ. അത്രല്ലേ ഒരു നല്ല കുളിരോട് കൂടിയായി എക്സസൈസ് ചെയ്യുന്നത്. ഒരു ജിമ്മിൽ പോയത് കിട്ടത്തില്ല, ഈ ഫ്രഷ് എയറും. ഗുഡ് മോർണിംഗ്. എന്നാണ്ട് രാവിലെ ഇറങ്ങുക. ഹാപ്പി ന്യൂ ഇയർ. ഓ, താങ്ക് യു. അദ്ദേഹത്തിന് കൃഷിയൊക്കെ ഉണ്ട്, അങ്ങോട്ട് പോവുകയാണ്. അപ്പം അദ്ദേഹം വിഷ് ചെയ്യായിരുന്നു. ഞാനിപ്പോൾ പറഞ്ഞു തീർന്നതേ ഉള്ളൂ അല്ലേ. നമ്മുടെ നാടിൻ്റെ നന്മയല്ലേ. ഓക്കെ, എന്തായാലും ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം, നമ്മുടെ കേരള പോലീസിന് ഒത്തിരി പ്രശ്നങ്ങളുണ്ടല്ലേ. തൊടാനും മേല, തൊടാതിരിക്കാനും മേല, പ്രതിയെ പിടിക്കാവോ പിടിക്കാതിരിക്കാനോ എല്ലാവരുടെയും ക്യാമറയാണ്. അപ്പോൾ നമ്മുടെ ആളുകൾ, പത്രക്കാർ അവരെ തെറ്റിദ്ധരിപ്പിക്കുക. ഏതെങ്കിലും പ്രതി, പ്രത്യേകിച്ച് ഹാർഡ് കോർ ക്രിമിനൽസ് അവരെ പിടിക്കാൻ നിന്ന് കൊടുക്കും. ഇപ്പോൾ തമിഴ്നാട്ടിലും കർണാടകയിലും വെടിവെക്കുക. കഴിഞ്ഞ ഒരു വർഷത്തിൽ 10-40 പേരെങ്കിലും കർണാടകത്തിൽ വെടിവെച്ച് വന്നിട്ടുണ്ട്. തമിഴ്നാട്ടിലും അതിനടുത്തുണ്ട്. കേരളത്തിൽ ഇപ്പോഴും പോലീസ് ഓടിച്ചിട്ട് പിടിക്കുക, ഉന്തിയിട്ടും തള്ളിയിട്ടും പിടിക്കുക. എന്തൊരു കഷ്ടമാണ്. ആ കാലം മാറുന്ന സമയമായില്ലേ. ആക്രമിക്കാൻ വരുന്ന പ്രതിയെ മുട്ടിന് താഴെ വെടിവെക്കാൻ ഉത്തരവ് കൊടുക്കണം. അതല്ലാതെ ഈ ബ്രൂട്ടലായിട്ട് യൂണിഫോം ഇട്ട പോലീസുകാരെല്ലാം കൂടെ റോഡിൽ കിടന്ന് ഓടുക, മതിൽ ചാടുക, വെള്ളത്തിൽ ചാടുക, അതിൻ്റെ ആവശ്യം തന്നെ. ലോകത്തൊരിടത്തിൽ ഇത്രയും പ്രാകൃതമായ രീതി തന്നെയല്ല, അത് പ്രാകൃതമാണ്. ഓടിച്ചിട്ട് പിടിക്കുന്നതൊക്കെ എന്തൊരു മോശം. ഗൺ ചൂണ്ടി കീഴ്പ്പെടുത്തുക, അറസ്റ്റ് ചെയ്യുക, അവനെക്കൊണ്ട് കാര്യങ്ങൾ ചോദിക്കുക. പിന്നെ കഴിഞ്ഞ ദിവസം ഒരു മിടുക്കനായ CI അയാളുടെ വീഡിയോ ഒക്കെ പുറത്ത് വരുന്നുണ്ട്. ഒരു പാർട്ട് മാത്രമേ വരുന്നുള്ളൂ. ഒരു സ്ത്രീ സ്വാഭാവികമായും അമ്മയാണ്, 2 കുഞ്ഞുങ്ങളുടെ അമ്മയാണ്. അവളുടെ ഭർത്താവിനെ പിടിക്കുമ്പം അവൾക്ക് ക്ഷോഭം ഉണ്ടാകും. ഇനിയിപ്പോൾ അവൻ്റെ കള്ളനാണേലും മുണ്ടുകറുപ്പനാണേലും അവൻ പലവിധ കേസുകളിൽ പ്രതിയാണെങ്കിൽ പോലും ആ ഭാര്യ എന്നുള്ള നിലയിൽ അവർ പ്രതികരിക്കും. അത് പക്ഷെ പരിധി വിട്ടാൽ പോലീസിനെ നിയന്ത്രിക്കേണ്ടി വരികയല്ലേ. ഒന്നാലോചിച്ച് നോക്കിയേ. പരിധി വിട്ടു. നമ്മൾ വീഡിയോ കാണുന്നുണ്ട്. ഓഫീസേഴ്സ് എല്ലാം കുഞ്ഞിനെ എടുത്ത് എറിയാൻ പോകുന്നു. വനിതാ പോലീസ് കുഞ്ഞിനെ പിടിച്ച് മേടിച്ചുകൊണ്ട് പോകുന്നു. അത് കഴിഞ്ഞൊരു പുറത്ത് വിട്ട് ഈ CIയുടെ മെക്കിട്ട് കയറുന്നു, ഇടിച്ചങ്ങ് കയറുക. എന്നുവെച്ചാൽ അവർക്ക് ഈ സിനിമയെ കാണുന്നുണ്ടായിരിക്കും. അങ്ങനെ സുരേഷ് ഗോപിയൊക്കെ വന്ന ആളുകളെ രക്ഷപ്പെട്ടുകൊണ്ട്, സുരേഷ് ഗോപിയല്ല, സുരേഷ് ഗോപി നമ്മുടെ മന്ത്രിയല്ലേ, ബഹുമാനപ്പെട്ട മന്ത്രി. ഞാനതല്ല ഉദ്ദേശിച്ചത്. സുരേഷ് എന്ന് പറയുന്ന ആളുകൾ ഇങ്ങനെ കാണിക്കാറുണ്ടല്ലോ. എന്ന് പറഞ്ഞ പോലെ അങ്ങ് ചെയ്യുകയാണോ ചെയ്യുന്നത്? അങ്ങനെ നടക്കുമോ? അപ്പം ഒരു ഓവർ പവറിങ് ഉണ്ടായപ്പം അയാൾ സ്വാഭാവികമായും നിയമത്തിൽ അനുശാസിക്കുന്ന ബലപ്രയോഗം നടത്തിയിട്ടുണ്ടാകാം. പഴയ ക്രിമിനൽ പ്രൊസീജിയർ കോഡിൽ അത് ഈ പത്രക്കാർക്ക് അറിഞ്ഞുകൂടെ, ഒരു പോലീസുകാരന് ഒരു സസ്പെക്റ്റിനെ കീഴ്പ്പെടുത്താൻ മതിയായ ബലം പ്രയോഗിക്കാമെന്ന് വകുപ്പ് എഴുതി വെച്ചു. ഞങ്ങളൊക്കെ പോലീസ് ട്രെയിനിങ് കോളേജ് ട്രെയിനിങ്ങിന് പോയിട്ടുള്ളതാണ്, പഞ്ചായത്ത് സെക്രട്ടറിമാർ. അപ്പോൾ അവിടെ പഠിപ്പിക്കുന്ന കാര്യം ഇത്, മതിയായ ബലം പ്രയോഗിക്കാം അവനെ കീഴ്പ്പെടുത്താൻ വേണ്ടി. അപ്പോൾ അത് വീഡിയോ എടുത്തിട്ട് പോലീസ് കൊങ്ങാക്കി പിടിച്ചു, അവിടെ പിടിച്ചു. ഇങ്ങനെ വന്നാൽ പോലീസ് പിന്നെ എന്തിനു വെള്ളം
സാധാരണ സർക്കാർ ഓഫീസിലെ ഉദ്യോഗസ്ഥന്മാരെ പോലെ ആയി പോവില്ലേ. ഒരു അക്രമം നടക്കുമ്പോൾ ശരി എത്ര പേരുണ്ട്, ശരി വരാമേ, അരമണിക്കൂർ കഴിയുമ്പോൾ പ്രശ്നം തീർന്നാലോ. അങ്ങനെ ആക്കണോ പോലീസിനെ? അതിനാണോ ഇവരൊക്കെ ശ്രമിക്കുന്നത്? ആരെ തൊട്ടാലും കേസ്, ആരെ തൊട്ടാലും സസ്പെൻഷൻ. പിന്നെ പോലീസ് വേണ്ടെന്ന് വയ്ക്കുക, സിവിൽ ഉദ്യോഗസ്ഥന്മാർക്ക് അധികാരം കൊടുത്താൽ മതി. RDOയ്ക്കും തഹസീൽദാർക്കും വില്ലേജ് ഓഫീസർക്കൊക്കെ അധികാരം കൊടുത്താൽ മതി. അവർ നോട്ടീസ് കൊടുത്ത് ഇവരെ കോടതി കൊണ്ടുവരട്ടെ. പോലീസ് വേണ്ട. എന്തായാലും ഈ പോക്ക് ശരിയല്ല. പോലീസ്, കേരള പോലീസ് ലോകപ്രശസ്തമായ പോലീസാണ്. അവർ ജോലി ചെയ്യാൻ വിടണം. പ്രത്യേകിച്ച് ഈ ഗവൺമെൻറ്റിനെതിരെ സംസാരിക്കുന്ന മാധ്യമങ്ങൾ, അവർക്ക് വേറെ ഒരു പണിയില്ല. എന്തൊരു മണ്ടത്തരങ്ങളൊക്കെയാണ് വിളിച്ച് പറയുന്നത്. ഒരു വീഡിയോ കാണിക്കുമ്പോൾ മുഴുവൻ കാണിക്കണ്ടേ? അവർ കുട്ടിയായിട്ട് സ്റ്റേഷനിലേക്ക് വരുന്നത് തൊട്ട് ഈ സംഭവം ഉണ്ടാകുന്നിടം വരെ എടുക്കുമ്പോഴാണ് അതിൻ്റെ ഔന്നിത്യം മനസ്സിലാകുന്നത്. അല്ല ഒരു പോലീസ് ഓഫീസർ ഓടി വന്നവരുടെ കാരണം കുട്ടിക്ക് അടിക്കുമെന്നല്ല ചെയ്തത്. അരണക്കുട്ടിക്കൊന്നും അടിച്ചില്ല, അത് അടിക്കരുത് തട്ടുകയേ ചെയ്തുള്ളൂ. അതിനെ എഡിറ്റ് ചെയ്ത് ഇങ്ങനെ ആക്കിയിരിക്കുക, അടിക്കുന്ന പോലെ ആക്കിയിരിക്കുക, അടങ്ങിയിരിക്കാൻ പറഞ്ഞ്. ഇത് എന്തായാലും കൊള്ളാം, അന്വേഷിക്കണം. കേരള പോലീസിൻ്റെ മൊറയിലിനെ തകർക്കരുത്, അവരുടെ വീര്യം ചോർത്തി കളയരുത്. നല്ല സുഖമാണ് നമ്മൾ മുട്ടുപടിച്ച് വീട്ടിൽ കിടന്നുറങ്ങുമ്പം പാതിരാക്കി കള്ളന്മാരെയും കൊള്ളക്കാരെയും കൊലപാതകളെയും ഗുണ്ടകളെയും പിടിക്കാൻ പിന്നെ ഉറക്കമുളച്ച് എല്ലാ ദിവസവും ഈ പണിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നവർ. അവരെ പറ്റിയാണ് ഇങ്ങനെ മോശമായിട്ട് പറയുന്നത്. ഒരു ടീമിൽ നിർബന്ധമായൊരു ഗൺ ഹോൾഡ് ചെയ്യാൻ പറയണം DGP. അത് 5 പേരുള്ള ടീമിനകത്ത് പരിശോധനയ്ക്ക് പോവുകയാണെങ്കിൽ ഇവർ വാളുമായിട്ടാണ് ചാടി വരുന്നത്. ഒരാളുടെ എങ്കിലും ഒരു പിസ്റ്റൾ കാണണം. അത്തരത്തിൽ നിയമം മാറ്റണം. പോലീസിൻ്റെ നേരെ വാൾ വീങ്ങിയാൽ അവനെ വെടിവെക്കണം. മുട്ടിന് കാലിന് വെടിവെക്കാമല്ലോ, ചത്തൊന്നും പോവുകയില്ല. വെടിവെച്ച് കീഴ്പ്പെടുത്തും. അല്ലാതെ നാട്ടിൽ പോയിട്ട് ഓടിച്ചിട്ട് പിടിച്ച് നാണക്കേട്. ആ കാലം കഴിഞ്ഞു. ഗൺ ചൂണ്ടി അവനെ അറസ്റ്റ് ചെയ്യുക, കൊണ്ടുപോവുക, മാന്യമായിട്ട് കൊണ്ടുപോവുക, ചോദ്യം ചെയ്യുക, അവനെ കോടതി ഹാജരാക്കുക. അങ്ങനെ ചെയ്യുന്നത്. വിദേശത്തൊക്കെ അങ്ങനെ തന്നെയാണ്. നമുക്ക് ചെറിയ കാര്യത്തിന് വരും ഗണ്ണെടുത്ത് നമ്മളെ മുട്ട് കുത്താൻ പറയും, കൈ പുറകെ പിടിക്കാൻ പറയും. എന്നിട്ട് അവർ വന്ന് വിലങ്ങിട്ട് മര്യാദയ്ക്ക് കാറെ കയറ്റി അന്തസ്സായിട്ട് കൊണ്ടുപോകും. അങ്ങനെയല്ലേ വേണ്ടത്? ഇത് പോലീസ് 3 കിലോമീറ്റർ ഓടി അതിസാഹസികമായി മതിൽ ചാടി കല്ലിലെറിഞ്ഞൊക്കെ പിടിച്ച് കോഴിയെ പിടി. എന്തൊരു കഷ്ടമാണ്. കാലം മാറേണ്ട കാലമായി. സംഘടിതരാണ് ഗുണ്ടകൾ, സംഘടിതരാണ് മോഷ്ടാക്കൾ, അക്രമികാരികളായിട്ട് പിടിച്ചുപറിക്കാർ. കോട്ടയത്ത് തന്നെ കണ്ടില്ല, ഒരു വീട്ടിൽ 5:30 മണിക്ക് വന്ന് ബലമായിട്ട് അടിച്ചു പൊളിച്ച് കാശും സ്വർണ്ണമൊക്കെ മേടിച്ചുകൊണ്ട് പോയി. അത്തരത്തിൽ വരുന്ന ആളുകളോട് പോലീസ് എന്ത് നയം സ്വീകരിക്കണമെന്നാണ് ഈ പത്രക്കാർ പറയുന്നത്. അവർ പ്രിയനെ നീ ആ സ്വർണം തിരിച്ചു കൊടുക്കൂ എന്നൊക്കെ പറഞ്ഞാൽ കൊടുക്കുമോ? ഗുഡ് മോർണിംഗ്. അപ്പോൾ അവിടെ ആക്ഷൻ വേണ്ടി വരും. അതിനാണ് നമ്മുടെ പഴയ പുതിയ നായ സംഹിതയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് വകുപ്പ്. അതൊക്കെ അറിയാതെ എടുത്തിട്ട് അമ്മാനം ആടരുത്. അങ്ങനെ ആടുന്നവർക്കെതിരെ കേസെടുക്കണം. ഈ ഏത് പത്രക്കാരാണേലും തെറ്റായ വാർത്തകൾ കൊടുക്കുമ്പോൾ, തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്ത കൊടുക്കുമ്പോൾ അതിന് കേസെടുക്കണം പോലീസ്. FIR ഇടണം. കാരണം അവർ നിക്ഷിപ്തമായ അധികാരം അവർ വിനിയോഗിക്കുമ്പോൾ മതിയായ ബലപ്രയോഗം നടത്താൻ നിയമം അനുശാസിച്ചിരിക്കെ അതിനെ ചൂണ്ടിക്കാണിച്ച് ജനങ്ങളുടെ വിദ്വേഷം പിടിച്ചുപറ്റ രീതി അതിനെ പ്രചരിപ്പിക്കുന്നു, എഡിറ്റ് ചെയ്ത് പ്രചരിപ്പിക്കുന്നു. ഇപ്പോൾ കണ്ടില്ലേ, ട്രംപിനെതിരെ BBC എഡിറ്റ് ചെയ്ത് ഇപ്പം എത്ര ലക്ഷം BBC പ്രവർത്തനം നിന്നു പോകുന്ന തുക ഇപ്പോൾ കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വരിക. 10,000 ലക്ഷം കോടിയോ അങ്ങനെ തന്നെ വരുന്നു. ബില്യൺ ട്രില്യൺ. കേസെടുക്കണം. അതായത് ഒരു ഗുണ്ടായ അല്ലെങ്കിൽ ഒരു ക്രിമിനലിനെ അറസ്റ്റ് ചെയ്യുമ്പം അവർക്ക് മതിയായ ബലം പ്രയോഗിക്കാമെന്നിരിക്കെ അതിനെ വക്രീകരിച്ച് കാണിച്ച് വീഡിയോയിലും പത്രത്തിലൊക്കെ എഴുതുമ്പോൾ അതിനെതിരെ പോലീസ് FIR ഇടണം. FIR ഇട്ട് അവരെ പിടിച്ചിടിക്കാനല്ല നമ്മൾ. അത് കോടതി വരട്ടെ, കോടതി അന്വേഷിക്കട്ടെ ഇത് ശരിയാണോ അല്ലയോ എന്ന്. 10 കേസ് എടുത്ത് കഴിയുമ്പം പിന്നെ അതൊക്കെ നിൽക്കും. പോലീസിനെ അതിൻ്റെ ജോലിക്ക് വിടും. കേരള പോലീസ് നമ്മുടെ എല്ലാം അഭിമാനമാണ്. ഇവരൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ വീട്ടിൽ കിടന്നുറങ്ങും. എന്നിട്ട് തന്നെ ഇപ്പോൾ കോട്ടയത്ത് 2 സംഭവമായി. പിടിച്ചുപറി, ഒരു വീട് തകർത്തകത്ത് കയറുന്നു, അടിയും കൊടുക്കുന്നു, സ്വർണ്ണം മലയെല്ലാം മേടിച്ച് ശിശിയായിട്ട് ഇറങ്ങി പോകുന്നു, കാശ് കൊടുത്തു. 2 സംഭവം കോട്ടയത്ത് നടന്നു കഴിഞ്ഞു. ഇനി അത് കൂടും. കാരണം മദ്യലഹരിയും വലിയ ചിലവ് വലിയ ഏർപ്പാടുകൾ ചെയ്യുന്നവന്മാർ കാശ് തികയാ വരുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യും. അപ്പോൾ പോലീസിനെ
നിർവീര്യമാക്കി അങ്ങ് ഇല്ലാതാക്കിയ അത് എളുപ്പമാകുമെന്നാണ് വിചാരിക്കുന്നത് അല്ലേ. അതുപോലെ പോലീസും നിയമപരമായി ഇത്തരം പ്രചരണത്തെ നേരിടണം. ജനങ്ങളും അതിനെ എതിർക്കണം. മാധ്യമങ്ങൾ എതിർക്കണം. നല്ല പോസിറ്റീവ് മാധ്യമങ്ങളുണ്ട്, അവരെതിർക്കണം. ഓക്കെ, നമുക്കതിനുവേണ്ടി ചിന്തിക്കാം. നമ്മുടെ നാട് എങ്ങനെ പോകണമെങ്കിൽ പോലീസും SRTCയും KSCBയും വാട്ടർ അതോറിറ്റിയും റവന്യൂ വകുപ്പും GST വകുപ്പും എല്ലാം സമന്വയം, പ്രത്യേകിച്ച് പഞ്ചായത്ത് ഏറ്റവും സൂപ്പറായിട്ട് നിൽക്കുന്നത് പഞ്ചായത്തുകളാണ്. അവർ മുമ്പോട്ട് പോകണം. ഓക്കെ, ഉദ്യോഗസ്ഥന്മാരെ നിർവീര്യരാക്കുന്ന അവരുടെ മാനസിക തകരാറിലാക്കുന്ന ഏർപ്പാട് നമ്മളെല്ലാം പിന്തിരിയണം. ന്യായമായ കാര്യം പറയാം, അന്യായമായത് പറയരുത്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ ഫാൻറ്റാസ്റ്റിക് പോസിറ്റീവ് ഡേ. ജയ് കേരള.